യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇനി അത് ഞാൻ ചെയ്യാൻ പോവാ. എന്താ ഉത്തരം ക്ലിയർ ആയോ? ഇത്രയും ഓപ്പണായി വെല്ലുവിളിക്കണമെങ്കിൽ ഇവൾ ശരിക്കും പൂജ തന്നെ ആവോ? അപ്പോ ഇത്രയും കാലം കണ്ട പൂജ ആയിരിക്കുമോ ഫേക്ക്? അതോ ഇതായിരിക്കുമോ പൂജയുടെ ഒറിജിനൽ സ്വഭാവം? ഒന്നും മനസ്സിലാകുന്നില്ല. ആഹാ, ഇരിക്ക്. വേണ്ട ചമ്മ. എന്താ മോളെ മുഖം വല്ലാതിരിക്കുന്നേ? എന്തു പറ്റി? ഒന്നുമില്ല ചമ്മേ. ഉണ്ട് ചമ്മേ, അഖിൽ വെറുതെ ഒളിക്കുന്നതാ. ഞങ്ങള് വരുമ്പോ ഉമ്മറത്ത് പൂജേച്ചി ഉണ്ടായിരുന്നു. ഞങ്ങള് വെറുതെ കുശലം ചോദിക്കാൻ നിന്നു. പക്ഷേ പൂജേച്ചിയുടെ മറുപടി കേട്ടപ്പോ അത് പൂജേച്ചി വേറെന്തൊക്കെയോ ഓർത്തിരിക്കുവാണെന്ന് തോന്നുന്നു. ഒന്നുമില്ല, നമ്മളിവിടെ വന്നത് പൂജേച്ചിക്ക് ഇഷ്ടപ്പെടാത്തത് പോലെയായിരുന്നു സംസാരം. എന്റെ സ്നേഹം അങ്ങനെയൊന്നും അല്ല. നീ വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കല്ലേ. എന്താ ഇഷ്യൂ? ഒന്നുമില്ല മാധുരി. ഇവര് വന്നപ്പോ പൂജയെ കണ്ടെന്നോ, ചോദിച്ചപ്പോ പൂജ എന്തോ പറഞ്ഞെന്നോ, അത് സ്നേഹയ്ക്ക് വിഷമമായെന്നോ, അങ്ങനെ എന്തൊക്കെയാ. ഒരു കാര്യം ചെയ്യാം, പൂജയെ വിളിക്കാം. നമുക്ക് ഇവിടെ വെച്ച് തന്നെ ചോദിക്കാം. എന്തിനാ? അതൊന്നും വേണ്ട ചമ്മേ. അതെ അമ്മേ, അതങ്ങ് വിട്ടേക്ക്. മക്കളെ, പൂജ ഒന്നും മനസ്സിൽ വെച്ച് പറയുന്നതല്ല. ആക്സിഡന്റിന് ശേഷം ചില സമയത്ത് അവിടെ മൂഡ് അങ്ങനെയാ. ചിലപ്പോ എന്താ പറയുന്നതെന്ന് അവക്ക് തന്നെ നിശ്ചയം ഉണ്ടാവില്ല. പിന്നീട് അങ്ങനെ പറഞ്ഞു തോർത്ത് സങ്കടപ്പെടുകയും ചെയ്യും. ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ചികിത്സിക്കണമെന്ന് അവള് തന്നെ തീരുമാനിച്ചിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും കാര്യാക്കണ്ട. കേട്ടില്ലേ? ഇപ്പൊ നിന്റെ വിഷമമൊക്കെ മാറിയാ?